സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ക്രാഫ്റ്റ് ഫെർട്ടിലിറ്റിയും നോവ IVFും കൈകോർക്കുന്നു. കേരളത്തിലുടനീളം 10 IVF സെന്ററുകൾ. കേരളത്തിലെ വന്ധ്യത ചികിത്സാ ശൃംഖലയായ ക്രാഫ്റ്റ് ഫെർട്ടിലിറ്റി സെന്ററും ഇന്ത്യയിലെ പ്രമുഖ IVF സേവന ദാതാക്കളായ നോവ IVF ഫെർട്ടിലിറ്റിയും കൈകോർക്കുന്നു. അടുത്ത 3 മുതൽ 5 വർഷത്തിനുള്ളിൽ കേരളത്തിനുടനീളം 10 അത്യാധുനിക IVF സെന്ററുകൾ തുറക്കുവാനാണ് ഈ സംയുക്ത സംരംഭം ലക്ഷ്യമിടുന്നത്. നിലവിൽ കൊച്ചി, കൊടുങ്ങല്ലൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ ഇരു സ്ഥാപനങ്ങൾക്കും സാന്നിധ്യമുണ്ട്. ഏഷ്യ ഹെൽത്ത് കെയർ ഹോൾഡിംഗ്സിന് കീഴിലുള്ള നോവയ്ക്ക് നിലവിൽ 70 നഗരങ്ങളിലായി 120 കേന്ദ്രങ്ങളുണ്ട്. കേരളത്തിൽ ക്രാഫ്റ്റ് ഫെർട്ടിലിറ്റിക്കുള്ള ക്ലിനിക്കൽ പാരമ്പര്യവും നോവ IVF ഫെർട്ടിലിറ്റിയുടെ ദേശീയ ശൃംഖലയും അത്യാധുനിക സാങ്കേതിക വിദ്യയും ഒത്തുചേർന്നതാണ് സഹകരണം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള IVF ലാബ് സംവിധാനങ്ങൾ, ഭ്രൂണ തിരഞ്ഞെടുപ്പിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ന്യൂനത രീതികൾ എന്നിവ വഴി മികച്ച ചികിത്സാ ഫലങ്ങൾ ലഭ്യമാക്കാൻ പങ്കാളിത്തം സഹായിക്കും. കേരളത്തിലെ ജനന നിരക്ക് ആശങ്കാജനകമായ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രാഫ്റ്റ് ഫെർട്ടിലിറ്റിയും നോവ IVFും കൈകോർക്കുന്നത് വന്ധ്യതാ ചികിത്സാ രംഗത്ത് കൂടുതൽ മികച്ച സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതിനാണെന്ന് ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ചെയർമാനും മെഡിക്കൽ ഡയറക്ടറുമായ പ്രൊഫസർ ഡോക്ടർ C. മുഹമ്മദ് അഷ്റഫ് വ്യക്തമാക്കി. കേരളത്തിലെ കൊച്ചു നഗരങ്ങളിലേക്കും ആധുനിക ചികിത്സ എത്തിക്കാനും പുതിയ ചികിത്സാ രീതികൾ വികസിപ്പിക്കാനും വിദഗ്ധരായ ഡോക്ടർമാരെ പരിശീലിപ്പിക്കാനും പങ്കാളിത്തത്തോടെ തങ്ങൾക്ക് സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പക്ഷെ എനിക്ക് പഠിക്കുമ്പോൾ തന്നെ ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഒരു പാഷനായിട്ട് ഞാൻ എടുത്തിരുന്നു. അതിനുശേഷം കൂടുതൽ ഗൗരവത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിന്റെ കൂടുതൽ സാധ്യതകൾ മനസ്സിലാക്കി ഞാൻ പല ഫെലോഷിപ്സ് അറ്റൻഡ് ചെയ്തു. വൺ വാസ് ഇൻ NUH സിംഗപ്പൂർ, നാഷണൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ സിംഗപ്പൂരിനും, പിന്നെ കീൽ യൂണിവേഴ്സിറ്റി ഓഫ് ജർമ്മനി, ക്ലെമന്റ് ഫെർണാണ്ടോ ഹോസ്പിറ്റൽ ഫ്രാൻസ്, ജപ്പാൻ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഫെലോഷിപ്പും ട്രെയിനിങ്സും അപ്ഡേറ്റ്സും ഒക്കെ എടുത്തു വന്നതിന് ശേഷം എനിക്ക് തോന്നി ഏറ്റവും നല്ല രൂപത്തിൽ പോകണമെങ്കിൽ ഒരു അബ്രോഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയൊക്കെ ടൈപ്പ് വേണമെന്ന്. അങ്ങനെയാണ് ഞാൻ 98-ൽ ജർമ്മനിയിലെ ലിബക് യൂണിവേഴ്സിറ്റിയുമായി കൂടി ചേർന്നു ഒരു പാർട്ണർഷിപ്പ് ഫോം ചെയ്തു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ IVF സ്റ്റാർട്ട് ചെയ്തു. അവിടെയാണ് ക്രാഫ്റ്റിന് ജന്മം നേടുന്നത്. ക്രാഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സെന്റർ ഫോർ റിസർച്ച് ഇൻ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ഫീൽഡ് തെറാപ്പി എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ദൈവാനുഗ്രഹം കൊണ്ടും ഇവരുടെ ഹൈലി അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ പാർട്ണറിങ് കൊണ്ടും എത്രയും വളരെ ക്യുക്കായി തന്നെ ഏതാണ്ട് 10 വർഷം കൊണ്ട് കേരളത്തിലെ ഒരു നമ്പർ 1 സെന്ററായി മാറാൻ കഴിഞ്ഞു. അങ്ങനെ 2010-ൽ ഞങ്ങൾ ഏതാണ്ട് ഏറ്റവും കൂടുതൽ സൈക്കിൾസ് ചെയ്യുന്ന ഒരു സെന്ററായി മാറി. അവിടുന്ന് അങ്ങോട്ട് പിന്നെ പുതിയ അഡ്വാൻസ്മെന്റ്സ് ടെക്നിക്സ് കൊണ്ടുവരാൻ തുടങ്ങി. അതിലൊന്നാണ് മൈക്രോഡൈസേഷൻ ടിസ എന്നുള്ള അത്യാധുനിക ട്രീറ്റ്മെന്റ്. അന്ന് മൈക്രോടീസ എന്താണെന്നുള്ളത് ഇന്ത്യയിൽ ആർക്കും അറിയില്ലായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ US എന്നൊരു ടീമിനെ കൊണ്ടുവന്നു, മൈക്രോടീസ പഠിപ്പിച്ചു. അത് ഇൻസിഡന്റിൽ മെയിൽ ഇൻഫെർട്ടിൽ പുരുഷ വന്ധ്യതയിൽ ഒരു വിധത്തിലും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത കേസുകൾക്കുള്ള ഒരു നവീന രീതിയാണ് മൈക്രോടീസ. അതിൽ നിന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്ന് കരുതിയ ഒരാൾക്ക് 2013 തന്നെ പ്രസവം നടന്നു. ആ പ്രസവം ഞങ്ങൾ കൊച്ചിയിലെ ഒരു കോൺഫറൻസിൽ വെച്ച് പ്രസ് റിലീസ് നടത്തുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.